ഇപ്പൊ പുരുഷാവകാശ സംഘടനയെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. പുരുഷാവകാശ സംഘടന വേണമെന്നാണ് എന്റെ ഒരു ഭാഗം. ഞാൻ കാരണം പറയാം, കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഉദിത് നാരായണനുമായി ബന്ധപ്പെട്ട വിഷയം. ഉദിത് നാരായണൻ ഒരു ഗാനമേളയ്ക്ക് പാടുന്നു. അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം പതുക്കെ അടുത്തേക്ക് വിളിക്കുന്നു സെൽഫി എടുക്കാൻ വേണ്ടി. ഈ പെൺകുട്ടി ചെയ്ത് എന്താ, ഓടി ഇങ്ങോട്ട് വന്ന് ആദ്യമേ ചെയ്ത് ഉദിത് നാരായണൻ ഒരു ഉമ്മ കൊടുത്തു. ഉമ്മ കൊടുത്തിട്ട് സെൽഫി എടുത്തപ്പോൾ ഉദിത് നാരായണൻ തിരിച്ചൊരു ഉമ്മ കൊടുത്തു. ഉദിത് നാരായണൻ കൊടുത്ത ഉമ്മ ചൂണ്ടിലായി പോയി. അപ്പൊ ഇവൾക്ക് അത് ഭയങ്കര എൻജോയ് ചെയ്ത് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനുശേഷം വരുന്ന പെണ്ണുങ്ങൾ മുഴുവൻ ഇയാളുമായിട്ട് ഇടിച്ചു കയറുകയാണ്. ഇയാളുടെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ ഉമ്മ കൊടുക്കുന്നുണ്ട്. അതിന് ഉദിത് നാരായണനെ എല്ലാവരും വലിച്ചേരി കൊട്ടിക്കുക. എടാ, പെണ്ണിനാകാമെങ്കിൽ എന്തുകൊണ്ട് ആണിനായിക്കൂടാ? അതെ, അയാൾ ആരെയും ഫോഴ്സ് ചെയ്ത് വിളിക്കുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് പാട്ട് പാടാൻ വന്നു, അദ്ദേഹത്തിനോട് സെൽഫി എടുക്കാൻ വരുന്നത് അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് ഉമ്മ വെച്ചിട്ട് പോകുന്നു. അതിനകത്തൊരു തെറ്റുമില്ല. ഈ പറയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഇത്തരം പ്രവർത്തികളോട്, ബോബി ചെമ്മണ്ണൂരിന്റെ അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ ഞാൻ അംഗീകരിക്കുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് അയാളെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ടാവും, നെറ്റിൽ തപ്പിയാലുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിലുള്ള പ്രൊമോഷന് വേണ്ടി എന്തും ചെയ്യുന്ന പരിപാടി, ഇതിനോടൊന്നും എനിക്ക് യാതൊരു വിധമായ മതിപ്പില്ല. എങ്കിൽ പോലും ഞാൻ പറയട്ടെ, ഈ പറയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഇവരെയും കൂടി നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ അവകാശങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഞാൻ പറയാണ്, അവരതിനെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ പണം കിട്ടും, കാര്യങ്ങൾ കിട്ടും, അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഈ പരാതിയും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ അവർ അന്നേ പറയണമായിരുന്നു.